ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശ ബിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ JCI എക്സാം എല്ലാവരുടെയും പ്രിപ്പറേഷൻ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ? അപ്പം നമുക്കറിയാം JCയുടെ അകത്തൊക്കെ നമുക്ക് പുതിയ സിലബസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ അടുത്തൊരു പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? പ്രധാനമന്ത്രി സുരക്ഷാ പദ്ധതികളെ പറ്റി. എന്താണ് ആ പ്രോഗ്രാം? പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഒരു സുരക്ഷാ പദ്ധതികൾ. പ്രധാനമായും 3 പദ്ധതികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ പദ്ധതികളൊന്ന് പഠിച്ചാലോ? വേഗം വാ, നമുക്ക് പഠിച്ചു തുടങ്ങാം. എന്താണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന? ആ പേര് കേട്ടപ്പോൾ തന്നെ നമുക്കറിയാം പ്രധാനമന്ത്രി സുരക്ഷാ ബീമ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ഇൻഷുറൻസ് ആണ്. ആ ഇൻഷുറൻസ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി സുരക്ഷാ യോജന എന്ന് പറയുന്നത് 2015 വരുന്ന പദ്ധതിയാണ്. 2015 മെയ് 9 വന്നു. നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ആണിത്. ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യോ കാലോ ഒക്കെ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ മരിച്ചുപോയി, അങ്ങനെയാണെങ്കിലാണ് ഇവിടെ ഇൻഷുറൻസ് തുക കിട്ടുക. ഓക്കെ, നമ്മുടെ നോമിനിക്ക് എമൗണ്ട് കിട്ടും. ഇതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് തന്നെ പറയാൻ പറ്റും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇതിൻ്റെ കൂടെ ഒപ്പം 2 പദ്ധതികളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് അടൽ പെൻഷൻ യോജനയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും. അപ്പം അടൽ പെൻഷൻ യോജന നിലവിൽ വന്നപ്പോൾ എന്നാന്ന് മനസ്സിലായി? എന്നാ പദ്ധതി നിലവിൽ വന്നത്? 2015 തന്നെയാണ്, മെയ് 9 തന്നെയാണ് കൊൽക്കത്തയിൽ വെച്ച് പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തത്. അടുത്തത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയോ? അത് വന്നു തന്നെയാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, അടൽ പെൻഷൻ ആണ് ഞാൻ പറഞ്ഞത് അല്ലെ, അത് പെൻഷൻ പദ്ധതിയാണെന്ന് മനസ്സിലായി. അപ്പൊ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയോ? അതെന്താണ്? ഇത് ആക്സിഡന്റൽ ആണെങ്കിൽ അത് ലൈഫ് ഇൻഷുറൻസ് ആണ്. ഓക്കെ, ഇവിടെയൊക്കെ ഏജ് മാറുന്നുണ്ട്. ഇത് അതോടൊപ്പം തന്നെ പ്രീമിയം എമൗണ്ട്, ഇതിലൊക്കെ മാറ്റമുണ്ട്. അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈസ് എ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ് ഓഫറിംഗ് 1 year ഓഫ് ആക്സിഡന്റൽ ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി കവർ. മനസ്സിലായോ? 3 സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. ഇനിയും അടുത്തത് എവിടെ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത്? 9th മെയ്യിൽ കൊൽക്കത്തയിലെ വെസ്റ്റ് ബംഗാളിൽ വെച്ചിട്ടാണ് ഇത് വരുന്നത്. ഇതാരാണ് ഈ പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്? ഈ പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ആരാണ്? പബ്ലിക് ജനറൽ ഇൻഷുറൻസ് കമ്പനീസ്, പബ്ലിക് സെക്ടറിലെ ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് ഓർ എനി അതർ ജനറൽ ഇൻഷുറൻസ് കമ്പനി ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ്. ബാങ്കും പോസ്റ്റ് ഓഫീസുമായിട്ടും ടൈപ്പുള്ള ജനറൽ ഇൻഷുറൻസ് മറ്റുള്ള കമ്പനീസും പബ്ലിക് സെക്ടറിലുള്ള ജനറൽ ഇൻഷുറൻസ് കമ്പനീസും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയും എത്ര ലക്ഷം രൂപയാണ്? നമ്മൾ മരിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ. അവിടെ നമുക്ക് എന്ത് വരാൻ പറ്റും? പാർഷ്യൽ, പെർമനന്റ് ഡിസബിലിറ്റി എന്നുള്ള വാക്ക് നോക്കുക. പെർമനന്റ് പാർഷ്യൽ ഡിസബിലിറ്റി, അതായത് നമ്മുടെ ഒരു കണ്ണ് പോയി, ഒരു കാല്, അല്ലെങ്കിൽ ഒരു കാല്, ഒരു കയ്യ് എന്നൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ, കണ്ണിൽ ഒരെണ്ണമാണെങ്കിൽ അതിനെ എന്താ പറയുന്നത്? പെർമനന്റ് പാർഷ്യൽ ഡിസബിലിറ്റി എന്ന് പറയും. പെർമനന്റ് ഡിസബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കണ്ണും പോവുക. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അത് പെർമനന്റ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു കാറ്റഗറിയിൽ ഇത് പെടുത്തുന്നു എന്നുള്ളതാണ്. ഇനി ആ ഏജ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. 18 തൊട്ട് 70 വയസ്സ് വരെ. എത്ര വയസ്സ് വരെയാണ്? 18 തൊട്ട് 70 വയസ്സ് വരെ. എവറി ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ വെദർ സിംഗിൾ ഓർ ജോയിന്റ് ഏജ്ഡ് ബിറ്റ്വീൻ 18 തൊട്ട് 70 വയസ്സ് വരെയാണെങ്കിൽ ഇതിന് നമുക്ക് പറ്റും അല്ലേ? ഇനിയും നമ്മുടെ കേസിൽ നമുക്ക് പലവിധ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, മൾട്ടിപ്പിൾ ബാങ്കിലുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ദേ ക്യാൻ ജോയിൻ ദ സ്കീം ത്രൂ എ സിംഗിൾ ബാങ്ക് അക്കൗണ്ട് ഒള്ളി. ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ത്രൂ മാത്രമേ പറ്റത്തുള്ളൂ. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ജോയിന്റ് അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിലോ ഒരു പ്രശ്നവുമില്ല. ദേ ക്യാൻ ജോയിൻ ദ സ്കീം ഇൻഡിവിജ്വലിയേ പറ്റത്തുള്ളൂ. അവർ ഇൻഡിവിജ്വലി ആയിരിക്കണം. അവർ ജോയിന്റ് അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ അവർ ഇൻഡിവിജ്വലി ആയിരിക്കണം ജോയിൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് ഇൻഡിവിജ്വലി ആയിരിക്കണം. NRIക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും NRIക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ബട്ട് ദ ക്ലെയിം വിൽ ബി പെയ്ഡ് ഇൻ ഇന്ത്യൻ കറൻസിയിലായിരിക്കും.
ഓക്കെ, ഇത് ക്ലെയിം എങ്ങനെയായിരിക്കും? ഇന്ത്യൻ കറൻസിയിലായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനിയും അടുത്ത എന്താണ്? ഇത് എല്ലാ വർഷവും ഞാൻ പറയും ഇത് റിന്യൂവൽ ആണല്ലോ. അപ്പം ജൂൺ 1 തൊട്ട് മെയ് 31 വരെയാണ് അതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം എല്ലാ വർഷവും ഓട്ടോ ഡെബിറ്റ് ആകും. നമ്മൾ ഏതാണോ ആ ഒരു അക്കൗണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് ആ അക്കൗണ്ടിൽ ഓട്ടോ ഡെബിറ്റ് ആകും. ആ ഓട്ടോ ഡെബിറ്റ് ആകുന്നത് മെയ് 31 മുമ്പായിട്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? മെയ് 31 മുമ്പായിട്ട്. ആക്സിഡന്റൽ ഇൻഷുറൻസ് ആണ്. എത്ര ലക്ഷം രൂപയാണ്? 2 ലക്ഷം രൂപയാണ്. 2015 പദ്ധതി തീർന്നത്. മെയ് 9 PM ആണ് ഉദ്ഘാടനം ചെയ്തത്. കൊൽക്കത്തയിൽ നിന്നാണ് വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ കവറേജ് കിട്ടുന്നത് എത്ര വയസ്സ് വരെയാണ്? 70 വയസ്സ് വരെ, അല്ലെ? 70 വയസ്സ് വരെയാണ് കവറേജ് കിട്ടുക. ഓക്കെ, ഇനിയും അടുത്തത്, ദ പ്രീമിയം ഫീ ഈസ് നോമിനൽ ഇൻ കേസ് ഓഫ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ടു എൻകറേജ് ദ വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ടു ചൂസ് പ്രീമിയം ആസ് വെൽ. ഓക്കെ, അപ്പൊ ഈ പദ്ധതിയുടെ എല്ലാ ഉദ്ദേശം ആരെ എൻഹാൻസ് ചെയ്യാനാണ്? നമ്മുടെ വീക്കർ സെക്ഷനെ മാറ്റാൻ വേണ്ടി. നേരത്തെ ഓരോ രൂപ വെച്ചിട്ട് 12 ആയിരുന്നു ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. പ്രീമിയം ഈസ് Rs20 പെർ ആനമാണ് ഇപ്പോൾ. പ്രീമിയം ഈസ് Rs20 പെർ ആനമാണ് ഇപ്പോൾ ഇതിന്റെ തുക എന്ന് പറയുന്നത്. ഓക്കെ, മറന്നു പോകരുത്, Rs20 പെർ ആനമാണ്. ഇനിയും അടുത്തത് എന്താണ്? എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് ടെർമിനേറ്റ് ആകുന്നത്? നമ്മുടെ ആള് 70 വയസ്സ് കഴിഞ്ഞാൽ ഇത് കിട്ടുമോ? ഇല്ല. ഇത് ആക്സിഡന്റ് കവർ ഓഫ് ദ മെമ്പർ ഷാൽ ടെർമിനേറ്റ് ബി റിസ്ട്രിക്റ്റഡ്. ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണെന്നാണ് പറയുന്നത്? എന്താണ്? ഓൺ അറ്റൈനിങ് ഏജ് ഓഫ് 70 years, അല്ലേ? അടുത്ത എന്താണ്? നമ്മൾ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ആ ബാങ്ക് അക്കൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്തു, കിട്ടുമോ? കിട്ടില്ല. അടുത്തത്, ബാങ്ക് ബാലൻസ് കീപ്പ് ചെയ്തിട്ടില്ലേ? കിട്ടുമോ? മിനിമം ഇതിന് പോകേണ്ടുള്ള ബാങ്ക് ബാലൻസ് വേണം ആ അക്കൗണ്ടിൽ, ഇല്ലേ? കിട്ടുമോ? കിട്ടില്ല. ഇതിൽ ഓരോ പ്രാവശ്യവും ഓരോ OTP നമ്പർ വരും, അത് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഇതൊക്കെ ഇതിനകത്ത് പറയുന്നതാണ്. KYC ഇടാത്ത എന്തുണ്ട്? ആധാർ കാർഡ് പറ്റും, അല്ലെ? ആധാറാണ് അവിടെ KYC ആയിട്ട് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഏജ് ചോദിക്കാം, പിന്നെ അടുത്തത് എത്രയാണ് പ്രീമിയം എന്നുള്ളത് ചോദിക്കാം, എങ്ങനെയാണ് ടെർമിനേഷന്റെ കാര്യങ്ങൾ ചോദിക്കാം. ഇതൊക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദർ ഈസ് നോ മെഡിക്കൽ എക്സാമിനേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു എൻറോൾ ഇൻ PMSBY. മെഡിക്കൽ എക്സാമിനേഷൻ വേണോ? ദർ ഈസ് നോ മെഡിക്കൽ എക്സാമിനേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മെഡിക്കൽ ചെക്കപ്പും വേണ്ട ഇതിൽ എൻറോൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനിയും അടുത്ത എന്താണ്? നോമിനിക്കാണ് എമൗണ്ട് കിട്ടുന്നത് മനസ്സിലാക്കി. ഈ 1 ലക്ഷം രൂപ എങ്ങനെ കിട്ടുന്നത്? ഈ 1 ലക്ഷം രൂപ നമുക്ക് ഡെത്ത് അല്ലാതാകുമ്പോഴാണ് ഇത് കിട്ടുന്നത്, അല്ലെ? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, എക്സാമിന്റെ ഡേറ്റ് ഒക്കെ എല്ലാവർക്കും അറിയാം. സെപ്റ്റംബർ 5. JCI എക്സാം എന്നാ? സെപ്റ്റംബർ 5 ആ JCI എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ? കൃത്യമായി സിലബസ് ഉണ്ട്. എല്ലാവരും സിലബസ് അറിയാമല്ലോ. സിലബസിനകത്ത് ഒരു പോർഷൻ മാത്രമാണ് ഈ പറയുന്ന PM പദ്ധതികൾ വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ മറ്റൊരു പോർഷനും ഞാൻ എടുക്കുന്നുണ്ട്. IT എന്ന് പറയുന്ന പോർഷൻ, IT-യുമായിട്ട് കൊണ്ട് നിങ്ങൾക്കൊരു 10 മാർക്ക് അവിടെ IT-യിലുണ്ട്, അല്ലേ? അപ്പോൾ IT-ന്ന് നമുക്ക് മാർക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. JCI എന്ന് പറയുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് എല്ലാവരും വളരെ കാര്യമായി നോക്കിയിരുന്ന ഒരു എക്സാമാണ്. ആ എക്സാമിന് കൃത്യമായ സ്റ്റഡി മെറ്റീരിയൽ, കൃത്യമായ ക്ലാസ്സുകൾ, സർവീസിലുള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ തന്നെ നടക്കുന്ന ക്ലാസ്സുകളാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കൃത്യമായി പഠിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് നടക്കാനായിട്ട്, JCIയിലേക്ക് എത്തപ്പെടാനായിട്ട് ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാവിധ പോർഷൻസും അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ക്ലാസ്സുകൾ എടുത്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസും മെൻറ്ററേയും ഒക്കെ വെച്ച് തന്നെ നിങ്ങളോടൊപ്പമുള്ള ഒരു പഠനം, നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിഞ്ഞ് തന്നെയുള്ള ഒരു പഠനമാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് റാങ്ക് നിരകളിൽ ഞങ്ങൾ ഒന്നാമത് നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ റിസൾട്ടുകൾ വെച്ച് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഒരു ക്ലാസ്സുകൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളോടൊപ്പമുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത്. ഇൻട്രാക്ഷനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. JCIയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. വേഗം എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം.
എല്ലാവിധ സബ്ജക്റ്റും ഇവിടെ പഠിച്ചു പോകാം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഞങ്ങളെ കണക്ട് ചെയ്തോളൂ. വേഗം തന്നെയാകട്ടെ. ഇനി പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.